സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുന്നു. പീക്ക് അവറിൽ വൈദ്യുതി നിയന്ത്രണം ഇന്നും തുടരുകയാണ്. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനയും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും നിയന്ത്രണം തുടരേണ്ടി വരും. എന്നാൽ സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ദുർബലമാവുകയാണ്. ഈ മാസം മാത്രം 29% കുറവാണ് മഴയുടെ അളവിലുണ്ടായത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വീണ്ടും നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. കറണ്ടില്ലാത്ത കാലമാണ്. വരും ദിവസങ്ങളിൽ മഴ പെയ്തില്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകും എന്നാണ്. അപ്പോൾ 15 മിനിറ്റും 30 മിനിറ്റുമാണ് നിലവിലത്തെ പവർ കട്ട്. കൂടുതൽ പ്രതീക്ഷിക്കണം എന്നാണ്. അരുൺ, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും ഇപ്പോൾ ഇതാ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് പറഞ്ഞിരുന്നത് പീക്ക് ടൈമിൽ ആവശ്യമാകുന്ന സമയത്ത് എവിടെയാണോ അവിടെ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മലബാറിലെല്ലാം നമ്മൾ കണ്ടതാണ്. 15 മിനിറ്റും 25 മിനിറ്റും 30 മിനിറ്റും എല്ലാമാണ് കറണ്ട് പോകുന്ന സ്ഥിതിയുള്ളത്. അത് തന്നെ അതേ സമാനമായി തന്നെയാണ് ഇന്നും സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. KCB പറയുന്നത് ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞതിനെ അപേക്ഷിച്ച് 400 മെഗാവാട്ട് മുതൽ 600 മെഗാവാട്ട് വരെ കൂടുതലായി വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പവർ എക്സ്ചേഞ്ച് വഴി കിട്ടാത്ത സാഹചര്യം കൂടിയുണ്ട്. ആവശ്യകത കൂടി, ലഭ്യത കുറഞ്ഞു. ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണമല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ളത് തന്നെയാണ് KCB കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അരുൺ, താങ്ക് യു. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്.